സോ ഇത് സെക്ഷൻ സിയിലെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12, ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, ഈ വീഡിയോയിൽ മുമ്പ് വിട്ടുപോയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 7, 8, 12, 13 അപ്ലോഡ് ചെയ്യുന്നത്. സോ 4 ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ഫിഗർ വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ നമുക്കത് ഡിസ്ക്രിപ്ഷനിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കണം. ഇറ്റ് ഹാസ് ടു ബി എഫക്റ്റീവ്. ഓക്കെ, എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നോക്കാം. എ കോയിൻ കെപ്റ്റ് അറ്റ് ദ ബോട്ടം ഓഫ് എ വെസൽ അപ്പിയേഴ്സ് റേസ്ഡ്. ഓൺ ആഡിങ് വാട്ടർ ഇൻ ടു ദ വെസൽ. ഒരു പാത്രത്തിൽ അടിയിലൊരു കോയിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കാം, ഇവിടെ വരയ്ക്കട്ടോ. ഒരു പാത്രത്തിൽ അടിയിലൊരു കോയിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കോയിനാണേ, ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൻ അറ്റ് ബോട്ടം ഓഫ് വെസൽ അപ്പിയേഴ്സ് റേസ്ഡ്. ഇത് വെള്ളം നിറച്ച് കഴിയുമ്പോൾ, ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഉയർന്നതായിട്ട് നമുക്ക് തോന്നുന്നു പറയുന്നത്. ഉയർന്നതായിട്ട് നമുക്ക് തോന്നും. നെയിം ദ ഫിനോമിനോൺ. ഇങ്ങനെ തോന്നിക്കാൻ കാരണമായിട്ടുള്ള ഫിനോമിൻ്റെ പേരെന്താ? ഇതെന്താ നമുക്ക് പേരുള്ള ഈ സംഗതി? ഇതെന്താ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റാണ്. ഓക്കെ, ടെക്സ്റ്റിൻ്റെ അകത്തൊരു ഫിഗർ ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ താടിയിലേക്കൊക്കെ നോക്കുമ്പോൾ, ഫിഷ് ടാങ്കിൽ അക്വേറിയത്തിലൊക്കെ നോക്കുമ്പോൾ മീനൊക്കെ കുറച്ച് ഉയർന്ന് നിൽക്കുന്നു, കുറച്ച് മുകളിലോട്ടേക്ക് വലുതായിട്ട് നിൽക്കും. അതിൻ്റെ റീസണാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ ഓക്കെ ഇനി ഡിസ്ക്രൈബ് ഹൗ ദ കോയിൻ അപ്പിയേഴ്സ് റേസ്ഡ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. സോ ഇവിടെ ഞാനൊരു നോർമൽ വരയ്ക്കാം. ഈ ഡയറക്ഷനിൽ, ഈ പൊസിഷനിൽ ഞാനൊരു നോർമൽ വരയ്ക്കാം. ഓക്കെ, ഞാനിവിടെ N എന്ന് മാർക്ക് ചെയ്യാം. നോർമലി ഞാനിവിടെ N എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ കോയിനകത്ത് നിന്ന്, ഇത് കോയിൻ വെള്ളത്തിലാണ്, വാട്ടറാണ്. വാട്ടർ എന്താ? ഡെൻസറാണ്. ഇത് എയറാണ്. എയർ എന്താ? റയറാണ് വെൻ കമ്പയർഡ് ടു വാട്ടർ. ഡെൻസറും റയറും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ലൈറ്റർ വരാം. ഓക്കെ, മുകളിലേക്ക് ഒരു ലൈറ്റർ വന്നു. ഈ ലൈറ്ററെ ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം നോർമൽ ആണ് പോവുക. എവേ ഫ്രം നോർമൽ. ഓക്കെ, എവേ ഫ്രം നോർമൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ അപ്പാരൻറ്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റിഫ്രാക്റ്റ് ചെയ്ത് പോയിട്ടുള്ള ഈ റേ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്തിട്ട് ബാക്കോട്ട് പോയിട്ട്, കുറേ റേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്തിട്ട് ബാക്കോട്ട് പോയിട്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ, കുറേ ലൈറ്റേഴ്സ് ഉണ്ടാവും, മുട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒരു വിർച്വൽ ഇമേജായിട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി റേസ്ഡ്. ഓക്കെ, ഈ സ്റ്റാർസ് ബ്ലിങ്ക് ചെയ്യുന്ന ചാപ്റ്ററിനകത്തൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കഴിഞ്ഞിട്ടാണ് എർത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് റിഫ്രാക്ഷൻ ഓഫ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐസിൽ റീച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാർസ് നമ്മൾ കാണുന്ന ആക്ച്വൽ പൊസിഷൻ ആയിരിക്കില്ല നമ്മളത് കാണുന്നത്. അവർ നിൽക്കുന്ന ആക്ച്വൽ പൊസിഷൻ ആയിരിക്കില്ല നമ്മൾ അവരെ കാണുന്നത്. വ്യത്യാസം ഉണ്ടാവും. അത് 3rd ചാപ്റ്ററിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ. ഒന്നുകൂടി പറയാം. ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ലൈറ്ററെ, ഡെൻസറായിട്ടുള്ള വാട്ടറിൽ നിന്ന് വരുന്ന ലൈറ്ററെ വാട്ടറിൻ്റെ സർഫസിലെത്തി അവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചു. എവേ ഫ്രം നോർമലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രേസ് ചെയ്ത് ബാക്കോട്ട് വരച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ട്രേസ് ബാക്ക് ദ റിഫ്രാക്റ്റഡ് റേ ഇൻ ടു ദ വാട്ടർ, വി വിൽ റീച്ച് എ വിർച്വൽ ഇമേജ് വിച്ച് അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് ഫ്രം ദ ഒറിജിനൽ പൊസിഷൻ ഓഫ് ദ കോയിൻ. അത് ഞാനിവിടെ വേർഡ്സിൽ എഴുതി തരാം, നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ? ഡിസ്ക്രൈബ് ഹൗ ദ കോയിൻ അപ്പിയേഴ്സ് റേസ്ഡ് എന്നാണ് നമ്മൾ ചോദ്യം. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റാണ്ടായി പോരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. നമ്മൾ എഴുതാം, ദ റിഫ്രാക്റ്റഡ് റേസ് കമ്മിങ് ഫ്രം ദ വാട്ടർ when traced back will point അല്ലെങ്കിൽ coincide at a virtual image projected slightly above
the original position of the coin. ഓക്കെ, ട്രേസ് ബാക്ക് ആണ് നമ്മുടെ പ്രധാന വേർഡ്. റിഫ്രാക്റ്റഡ് റേനെ ട്രേസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എവിടെ വെച്ചാൽ കോയിൻസൈഡ് ചെയ്യുക? കോയിൻസൈഡ് അറ്റ് എ വിർച്വൽ ഇമേജ്. ഒരു വിർച്വൽ ഇമേജിലുള്ള പോയിന്റിലാണ് നമ്മൾ അവസാനിക്കാം. ഓക്കെ, അതിന് ട്രേസ് ബാക്ക് ചെയ്താൽ അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? ഒറിജിനൽ കോയിൽ നിന്ന് കുറച്ച് ട്രേസ് ചെയ്തിട്ട് പ്രൊജക്ടർ കുറച്ചുകൂടി മുകളിലോട്ട് കയറിക്കുന്ന രീതിയിലായിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. ഇതിൻ്റെ അകത്ത് ഫിഗർ ഞാൻ കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം. നമുക്ക് എളുപ്പമാണ്. മാത്സിൻ്റെ അകത്ത് ആംഗിൾസൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു സംഗതിയാണ്. 45 ഡിഗ്രി ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ 60 ഡിഗ്രി. സോ ഇതാണ് നോർമൽ. ഓക്കെ, ഇതാണ് നോർമൽ. ഇതാണ് നമ്മുടെ എന്ത്? ആംഗിൾ ഐ. ഇതാണ് ആംഗിൾ ഐ അല്ലേ? ഇതാണ് ആംഗിൾ ഐ. ഓക്കെ, ഇതാണ് ആംഗിൾ ഐ. അപ്പോൾ 45 ഇവിടെ ആണെങ്കിൽ ആകെയുള്ളത് 90. ടോട്ടൽ എത്ര വരുന്നത്? 90 അല്ലേ? ഇതിൻ്റെ അകത്ത് 45 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ടാവുക? 45 ഡിഗ്രി. അപ്പോൾ ഇവിടെയും എന്തെന്നായിരിക്കും വരിക? 45. അപ്പോൾ ആംഗിൾ ഐ എത്ര വരിക? 45 ഡിഗ്രി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസിക്കൽ ടു 45. റൈറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇനി റൈറ്റ് ഡൗൺ 2 സിറ്റുവേഷൻ ഫോർ ആംഗിൾ ഐ ടു ബി ഈക്വൽ. ഒന്നുകൂടെ ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ 6. ഇവിടെ എത്രയാണ്? 60. ടോട്ടൽ എത്രയാണ്? 90 അല്ലേ? 90 നിന്ന് 60 മൈനസ് എത്ര വരിക? പിന്നെ 30. എന്തായിരിക്കും? ആംഗിൾ 6 ഈക്വൽ ടു 30 ഡിഗ്രി. ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ 2 സിറ്റുവേഷൻ ഫോർ ആംഗിൾ ഐ ടു ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഐയും ആംഗിൾ 6ഉം ഈക്വൽ ആവുന്ന സിറ്റുവേഷൻസ് ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ആംഗിൾ ഐ ആംഗിൾ 6 ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ 2 മീഡിയം സെയിം ആയിരിക്കണം. അപ്പോൾ 2 മീഡിയം സെയിം ആവുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇതും ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ 2 ഗ്ലാസ് അടുപ്പിച്ച് വെച്ചാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ആംഗിൾ ഐ ആംഗിൾ 6 ഈക്വൽ ആയിരിക്കും വരിക. സെയിം മീഡിയത്തിൽ നിന്ന് സെയിം മീഡിയത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അത് സെയിം മീഡിയം എന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഗ്ലാസിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിരിക്കും. വെള്ളത്തിനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ 6. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇവിടെ എക്സാമ്പിൾ വരയ്ക്കാം. ഇൻസിഡൻറ്റ് വരുന്നത് നോർമലാണെങ്കിൽ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എന്താ എഴുതാം? ഇഫ് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, റിഫ്രാക്ഷൻ എന്ത് തന്നെ ആയിരിക്കും? കുത്തുന്ന താഴോട്ട് എങ്ങനെ ആയിരിക്കും പോകും? ഓക്കെ, 90ലേക്ക് തന്നെ ആയിരിക്കും പോകും. സെയിം ആയിരിക്കും. ആംഗിൾ ഐയും ആംഗിൾ 6ഉം സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ.